പല ഗെയിമിംഗ് യൂട്യൂബേഴ്സിന് ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഇതേപോലെയുള്ള സ്ട്രീമിംഗ് ഇൻട്രോസ് ഉണ്ടായിരിക്കും. വേൾഡിലൊരു ഫേമസ് ഗെയിമാണ് മൈൻക്രാഫ്റ്റ്. ഇതേപോലെയുള്ള ഒരു സ്ട്രീം ഇൻട്രോ മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്ന ഗെയിമിനെ ബേസ് ചെയ്ത് അങ്ങനെ ആരും ചെയ്തിട്ടില്ല. ഒരു ബ്ലോക്കി ഗെയിമായ മൈൻക്രാഫ്റ്റിൽ ഇതേപോലെ ഒരു സ്ട്രീം ഇൻട്രോ ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യൂട്യൂബിൽ ഏകദേശം 1.5 ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സുള്ള സുധി എന്ന് പറയുന്ന യൂട്യൂബറിനെ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇൻട്രോ ഉണ്ടാക്കാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് കാണാം. ഈ ഒരു വീഡിയോ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് നോവ സ്കിൻ വാൾപേപ്പർ എന്ന് പറയുന്ന വെബ്സൈറ്റും, അതേപോലെ റിസോഴ്സസ് എടുക്കാൻ വേണ്ടി ഗൂഗിളും യൂട്യൂബും, എഡിറ്റ് ചെയ്യാൻ വേണ്ടി എലൈറ്റ് മോഷനും പിന്നെ ഇൻഷോട്ടുമാണ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു പ്ലാൻ വരച്ചതിന് ശേഷം നോവ സ്കിൻ വാൾപേപ്പർ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു. അതിൽ പോയി സുധിയുടെ സ്കിൻ വെച്ച് ഒരു ഫോട്ടോ ഉണ്ടാക്കി. ലെറ്റ്സ് പ്ലേ സീരീസിൽ 150ാമത്തെ എപ്പിസോഡ് ആയതിൻ്റെ ഭാഗമായിട്ട് സുധി ഒരു വേൾഡ് ഡൗൺലോഡ് തന്നിട്ടുണ്ടായിരുന്നു. മൈൻക്രാഫ്റ്റിൽ പോയിട്ട് ഈ വേൾഡ് ഓപ്പൺ ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ എടുത്തു. ഗൂഗിളിൽ പോയിട്ട് ഈ ഒരു തത്തമ്മ പറക്കണ ജിഫും ആവശ്യമുള്ള മോബ്സിൻ്റെ PNGയും ഡൗൺലോഡ് ചെയ്തു. യൂട്യൂബിൽ നിന്ന് ഈ ഒരു മഴയും സ്ക്രീൻ റെക്കോർഡ് ചെയ്തെടുത്തു. ഇനി ഇതെല്ലാം ഒരുമിച്ചാക്കണം. ഇൻഷോട്ടിൽ പോയിട്ട് എല്ലാ ലെയറും ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ടിന് മുകളിൽ സുധീനെ വെച്ച് ലൈറ്റിങ് കറക്റ്റാക്കി. അതിനുശേഷം ആ തത്തമ്മേനെ ആഡ് ചെയ്തു. അതിനുശേഷം സ്ക്രീനിൽ കാണുന്ന മോബ്സിനെ ആഡ് ചെയ്തു. ഗൂഗിളിൽ നിന്ന് എടുത്ത കുറച്ച് പുല്ല് വെച്ചിട്ട് ചില ഭാഗത്തായിട്ട് വെച്ചു. യൂട്യൂബിൽ നിന്ന് ആഡ് ചെയ്ത മഴ കാണാൻ അത്ര ഭംഗി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇൻഷോട്ടിൽ തന്നെയുള്ളൊരു എഫക്റ്റ് വെച്ച് മഴ ഉണ്ടാക്കി. സുധിയുടെ ലോഗോയും കുറച്ച് ഡീറ്റെയിൽസ് കൂടി ആഡ് ചെയ്തു. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് റിസൾട്ട്.